ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൽചിമ്പ് എന്ന് പറയുന്ന ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് ടൂളിനെ പറ്റിയാണ്. അതായത് ഇമെയിൽ മാർക്കറ്റിംഗ് ടൂൾ നമുക്ക് വേറെയുണ്ട്. അതിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾ തന്നെയാണ് മെയിൽചിമ്പ് എന്ന് പറയുന്നത്. കൺവേർട്ട് കിറ്റ് അല്ലെങ്കിൽ സോഹോ അങ്ങനെ പറയുന്ന വേറെയും ടൂൾസുകളുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൽചിമ്പ് എന്ന് പറയുന്ന ഒരു ടൂളാണ്. അതായത് നമുക്ക് മെയിലിലേക്ക് മാർക്കറ്റിംഗ് പ്രോസസ്സുകൾ ചെയ്യാനായിട്ട്, അതായത് നമുക്കിപ്പോൾ നമ്മൾ മെയിലിലൊക്കെ ഒരുപാട് മാർക്കറ്റിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് നമുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. അതായത് മെയിലിൽ വന്നിരിക്കുന്ന നമുക്ക് മെയിലിൽ ഒരുപാട് മെസ്സേജുകൾ അല്ലെങ്കിൽ മെയിലിൽ ഒരുപാട് എന്താണ് പറയുന്നത്, ഇൻബോക്സിൽ ധാരാളം അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൻ്റെ പുതിയ അപ്ഡേഷൻ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെയിലിലേക്ക് വരുന്നുണ്ട്. ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു B2C ആൻഡ് B2B ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഒരു ലാൻഡിംഗ് പേജ് പോലെ നമുക്കിവിടെ തന്നിട്ടുണ്ട്. സോ അത് മാത്രമല്ല, ഇവിടെ നമുക്കിനി വീണ്ടും നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇതുണ്ട്, ഒരു ഹബ്സ്പോട്ടിൻ്റെ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതാണ് വന്നേക്കുന്നത്. സോ ഇനി നമുക്ക് ഇൻബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ മെയിലിൻ്റെ ജസ്റ്റ് ഇൻബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെയും കാണും ധാരാളം അഡ്വർടൈസ്മെൻറ്റ് മെയിൽ നമുക്ക് വന്നേക്കുന്നത് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ആമസോൺ വെബ് സർവീസിൻ്റെ ഒരെണ്ണം വന്നിട്ടുണ്ട്. അതുപോലെ ധാരാളം താഴേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ കുറേ എവിടെയൊക്കെയാണ് ഞാൻ ലോഗിൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻബോക്സിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് മെയിൽ മാർക്കറ്റിംഗ്. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് അവരിൽ നിന്നും എന്താ മെയിലുകൾ നമുക്ക് വരുന്നു, പുതിയ പ്രോഡക്റ്റ് അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞ മെയിൽ വരുന്നു. നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് കാർട്ടിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാർട്ടിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൽ നിന്നും നമുക്ക് എന്താ വീണ്ടും നമുക്ക് ഇങ്ങനെ ആളുകൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മളെന്താ ഇമെയിൽ മാർക്കറ്റ്. ഇത് നമുക്ക് ബൾക്കായിട്ട് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാം. അതായത് പുതിയൊരു യൂസർ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മെയിലിലേക്ക് എന്താണ് അവരുടെ മെയിലിലെ ഇൻബോക്സിലേക്ക് പ്രോഡക്റ്റിനെ പറ്റിയ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റ് ലോഞ്ചായി അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ ന്യൂസ് ലെറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം നമുക്ക് ഒരു ഷോപ്പിങ്ങിൻ്റെ നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇമെയിൽ ഷോപ്പിംഗ് മാർക്കറ്റിംഗ് ഇമെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റിയ ഒരു വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെൽക്കം ഇമെയിലാണ് ഇവിടെ പോയേക്കുന്നത്. സോ ഇതൊക്കെ നമ്മൾ ഈ ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സോ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ എന്താണ് കസ്റ്റമറുമായിട്ട് നമുക്കൊന്നുകൂടെ ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എങ്കിൽ ഇമെയിൽ മാർക്കറ്റിങ്ങിന് ഓപ്പൺ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ നമുക്കിവിടെ കിട്ടുന്ന ആ ഒരു ക്ലയൻറ്റിൻ്റെ കൺവേർഷൻ ജസ്റ്റ് ഒന്നാണെങ്കിലും അത് നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള കൺവേർഷൻ നമുക്കിവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഓപ്പൺ റേറ്റ് കുറവാണെങ്കിലും നമുക്കൊരു കസ്റ്റമറിനെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് എന്താ കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവരിലേക്ക് ഒരു ഇൻട്രസ്റ്റ് മേക്ക് ചെയ്യാനും അവരിലേക്ക് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കാനും ഒക്കെ നമുക്ക് ഈ ഇമെയിൽ മാർക്കറ്റിംഗ് വളരെയധികം ബെനിഫിറ്റാണ്. സോ ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള നമുക്കിനി ഇൻബോക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെയും കാണുന്നുണ്ടോ, നമുക്ക് ഇൻബോക്സിലേക്ക് ഇങ്ങനെയുള്ള മെസ്സേജുകൾ നമുക്ക് വരാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഹുക്ക്, ഒരു ക്യാൻ യു ഹെൽപ്പ് മീ റിയൽ കുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്താ പറയുന്ന ഒരു അതായിരിക്കും നമുക്ക് എന്താണ് സബ്ജക്റ്റ് ആയിട്ട് ആദ്യം കാണുന്നത്. മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് കാണുന്നത് അങ്ങനെയുള്ള എന്തെങ്കിലും കംപ്ലീറ്റ് യുവർ അക്കൗണ്ട് രജിസ്ട്രേഷൻ നമുക്ക് ഓക്കെ. അപ്പം അതുപോലെയുള്ള ഒരുപാട് ഗോഡാഡി അങ്ങനെയുള്ളതിൻ്റെയൊക്കെ നമുക്ക് എന്താ ഇവിടെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഒരു മെയിലിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള മാർക്കറ്റിങ്ങിന് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ഞാൻ മെയിൽചിമ്പ് എന്ന് പറയുന്ന ആ ഒരു ടൂൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് ഇമെയിൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് മെയിൽചിമ്പ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യാതിന് ശേഷം എന്താണ് അവിടെ മെയിൽചിമ്പ് എന്ന് നിങ്ങൾ എന്താണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മെയിൽചിമ്പ് എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓക്കെ
മെയിൽ സിമ്പ് എന്ന് പറയുന്നതിൽ അവിടെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ടൂൾ നമുക്ക് ആദ്യം വന്നേക്കുന്നത്. സോ അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ സൈനപ്പ് ചെയ്യുക. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് പെയ്ഡാണ്. ഇവിടെ വന്ന് നോക്കി ഇതിൻ്റെ ആ ഒരു പ്രൈസിങ്ങും പ്ലാൻസും നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിലെല്ലാം മന്ത്ലി 385 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് വരുമ്പോഴത്തേനുള്ള ഇഷ്യൂ അതിൻ്റെ ഈ ഒരു മെയിൽ ചിമ്പിൻ്റെ ആ ഒരു ലോഗോ നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു ബൾക്ക് മെയിൽ നമ്മൾ 1000 പേർക്ക് നമുക്ക് ഇവിടെ അയക്കാൻ പറ്റും. അതായത് മന്ത്ലി ഇമെയിൽ സെൻഡ് എന്ന് പറയുന്നത് 1000 ആണ്. പക്ഷേ ആ ഒരു സെൻഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ഒരു മെയിൽ ചിമ്പിൻ്റെ ആ ലോഗോയും വരുന്നുണ്ട്. സോ അങ്ങനെ ഒരു വാട്ടർമാർക്കിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ലോഗോയുടെ ഒരു പ്രശ്നമാണ് വരുന്നത്. സോ അത് അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ അത് മാറത്തുള്ളൂ. സോ അപ്പോൾ ഇവിടെ നമുക്ക് 1000 സീറ്റ് വരെ കിട്ടും. പിന്നെയുള്ള താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്നാൽ പെയ്ഡിലേക്ക് പോയി കഴിയുമ്പോഴത്തേന് ഞാനിപ്പോൾ കറണ്ട് പ്ലാൻ ഇതാണ് ചൂസ് ചെയ്തേക്കുന്നത്. മന്ത്ലി 385 വെച്ച് വരും. ഓക്കെ, റിമൂവ് മെയിൽ സിമ്മിൻ്റെ ആ ബ്രാൻഡിങ്ങിൻ്റെ ലോഗോ നമുക്ക് മാറ്റാൻ പറ്റും. അതായത് നമുക്കിവിടെ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് മെയിലൊക്കെ നമുക്ക് ചെയ്യാൻ തരുന്നത് ലാൻഡിംഗ് പേജ് നമുക്ക് ഒരെണ്ണം ബിൽഡ് ചെയ്തിട്ട് അതിലൊരു ഫോം സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമുക്കത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മെയിലിലേക്ക് തന്നെ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് മെയിലിലേക്കും സെൻഡ് ചെയ്യാം. സോഷ്യൽ മീഡിയ വഴി നമുക്ക് അത് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ലാൻഡിംഗ് പേജിലേക്ക് ആളെ കൊണ്ടുവന്ന് ഇവിടെ നിന്നും ഫോം ഫില്ല് ചെയ്തെടുത്ത് നമുക്ക് സോഷ്യൽ മീഡിയ അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഉള്ള പ്ലാറ്റ്ഫോമുകളിലേക്കും ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് മെയിലിലേക്ക് നമ്മുടെ ഒരു ലിസ്റ്റ് ഓഫ് കളക്ഷൻ ഓഫ് മെയിൽസ് ഉണ്ടെങ്കിൽ ആ മെയിലിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോഴത്തേന് അവിടെ നമുക്ക് ആ ഒരു ലോഗോയുടെ ഇഷ്യൂ നമുക്ക് വരുന്നില്ല. സോ നമുക്ക് ഇതിനകത്ത് ധാരാളം ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പെയ്ഡ് ചെയ്ത് കഴിയുമ്പോഴുണ്ട്. എന്നാൽ പിന്നെ മാത്രമല്ല ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന കസ്റ്റമറിൻ്റെ ഡേറ്റകൾ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരുവാനും ഇവിടെ നിന്നും നമുക്ക് ആ ഒരു മെയിലിലേക്ക് ഓട്ടോമേറ്റ് ചെയ്യാനും അതായത് മെയിൽ ചെയ്യാനും പറ്റും. അതായത് വരുന്ന ഇമെയിലുകളെ നമുക്ക് നേരെ മെയിൽ ചിമ്പിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നിന്നും ഓട്ടോമേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് മെയിലുകൾ സെൻഡ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ടൂൾ തന്നെയാണ്. ഇത് നമുക്ക് ഫ്രീ ആയിട്ടും യൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് മന്ത്ലി എസെൻഷ്യലായിട്ട് വരുമ്പോഴത്തേന് ഇങ്ങനെ വരും, സ്റ്റാൻഡേർഡ് വരും, അതുപോലെ പ്രീമിയം വരുന്നുണ്ട്. സോ ഇതിലേത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഒരു മെയിൽ സിമ്മിൻ്റെ ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് വരുന്നത്. സോ നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ക്യാമ്പയിൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ക്രിയേറ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ടെംപ്ലേറ്റുകൾ സെലക്ട് ചെയ്യാം. അതായത് നമുക്ക് അയക്കേണ്ട ലാൻഡിംഗ് പേജായിട്ടോ അല്ലെങ്കിൽ ഓട്ടോമേഷൻ, അതുപോലെ റെഗുലർ ഇമെയിൽ, അതായത് നമുക്ക് മെയിൽ പോകുന്ന രീതിയിലേക്ക് നമുക്ക് ഒരു ഡിസൈൻ ഒരു ഇമെയിൽ നമുക്ക് ഇവിടെ നിന്ന് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓട്ടോമേഷൻ, അതായത് സെറ്റപ്പ് ഇമെയിൽ ഓട്ടോമേറ്റ് ദാറ്റ് പേഴ്സണലൈസ് യുവർ മാർക്കറ്റിംഗ് ആൻഡ് സേവ് യുവർ ടൈം. അതായത് നമുക്കിവിടെ ഓട്ടോമേറ്റ്, അതായത് കസ്റ്റമർ ജേർണികൾ നമുക്ക് സെറ്റപ്പ് ചെയ്തിട്ട് കസ്റ്റമർ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതുതായിട്ടൊരു മെയിലിലേക്ക് ആൾ വരുന്നു അല്ലെങ്കിൽ പുതുതായിട്ടൊരു യൂസർ നമുക്ക് വരികയാണെങ്കിൽ അവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടൊക്കെയുള്ള മെയിലുകൾ നമുക്ക് ഇവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുന്നവർക്കെല്ലാം ഈ മെയിൽ ഓട്ടോമേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ലാൻഡിംഗ് പേജ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇവിടെ ഡിസൈൻ ഒരു ഇമെയിലാണ് ചെയ്യണമെങ്കിൽ ഡിസൈൻ ഇമെയിലിൽ ക്ലിക്ക് ചെയ്യാം. ഇമെയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് റീഡയറക്റ്റ് ചെയ്ത് ആ ഒരു ഇമെയിൽ ബിൽഡ് ചെയ്യുന്നതിന് അങ്ങോട്ട് പോകും. സോ ഇത് നമ്മൾക്ക് പറഞ്ഞ 5000 വരെ നമുക്ക് മന്ത്ലി നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. മെയിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ കയ്യിൽ ഒരു ബൾക്ക് ഓഫ് ഒരു ലിസ്റ്റ് ഓഫ് ഇതുണ്ടെങ്കിൽ ഇമെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് അവരേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും ഇത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ ലാൻഡിംഗ് പേജിലേക്കാണ് നമുക്ക് മെയിലുകൾ വരുന്നതെങ്കിൽ ആ മെയിലുകൾ നേരെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് നമുക്ക് മെയിലുകൾ സെൻഡ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ആർക്കാണ് മെയിൽ ചെയ്യേണ്ടത് അവരെല്ലാം ലിസ്റ്റ് നമുക്കിവിടെ എക്സലായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്രം എവിടെ നിന്നാണ് നമ്മളിത് ചെയ്യുന്നത് നമുക്ക് ആ ഫ്രം ഇമെയിൽ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇനി സബ്ജക്റ്റ്, അതായത് ഡൊമൈൻ്റെ ആ ഒരു മെയിലൊക്കെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അതിൻ്റെ സബ്ജക്റ്റ് നമ്മൾ കൊടുക്കണം. പിന്നെ സെൻഡ് ടൈം, എപ്പോഴാണ് സെൻഡ് ചെയ്യേണ്ടത് നമുക്ക് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് കണ്ടൻറ്റ് ഇവിടെ ഡിസൈൻ ഇമെയിൽ, അതായത് എന്താണ് കണ്ടൻറ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടുന്ന്
സെൻഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് സെൻഡ് ആവും. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് സോഷ്യൽ മീഡിയസായിട്ട് നമുക്കിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോമും ഇവിടെ നിന്ന് യൂസ് ചെയ്യാൻ, അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റാസൊക്കെ നമുക്ക് ഇതിലൂടെ ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. നമുക്ക് ഫേസ്ബുക്ക് പേജ്, അതുപോലെ ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള അക്കൗണ്ടുകളൊക്കെ നമുക്ക് ഇവിടുന്ന് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് നമുക്ക് വരുന്നത് ഓട്ടോമേഷനാണ്. നമുക്ക് ഇവിടെയാണ് ഓട്ടോമേഷൻ നമുക്ക് സെറ്റപ്പ് ചെയ്യേണ്ടത്. നമുക്കിവിടെ ജേർണി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് ഓൾ ജേർണിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ജേർണികൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് ഓവർവ്യൂവിൽ ഞാനൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമേഷൻസ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത് നമുക്കിവിടെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് പ്ലഗിൻസ് പോലെ ഷോപ്പിഫൈ, WooCommerce അങ്ങനെയുള്ള ഒരുപാട് നമുക്കിവിടെ കാണാൻ പറ്റും. പോപ്പുലർ പ്രീ ബിൽഡ് ജേർണീസ് നമുക്കിവിടെ കാണാൻ പറ്റും. വെൽക്കം ന്യൂ കോൺടാക്ട്സ്, പുതിയൊരു കോൺടാക്ട്സിനെ നമുക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ നേരത്തെ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുമ്പോഴത്തേന് അവർക്ക് വേണ്ട ജേർണി എങ്ങനെയാണോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ പ്രീ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. സോ ഇത് വേണം ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് കോൺടാക്ട് സൈനപ്പ് ടു ആൻ ഓഡിയൻസ്, പുതിയതായിട്ടൊരു ഓഡിയൻസ് സൈനപ്പ് ചെയ്യുന്നു. അതിനുശേഷം അവർക്ക് നമ്മൾ സെൻഡ് മെയിൽ കൊടുക്കുന്നു, ഒരു വെൽക്കം മെയിൽ കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു പ്രീ ബിൽഡ് ജേർണി ഉണ്ട്. ഈ ജേർണി നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. യൂസ് ദിസ് ജേർണി എന്ന് പറഞ്ഞെടുത്തതിന് ശേഷം നമുക്കത് കസ്റ്റമൈസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് പ്രീ ബിൽഡ് ആയിട്ടുള്ള ജേർണീസ് നമുക്കിവിടെ കിട്ടും. സോ വെൽക്കം ചെയ്യുന്നതും, അതുപോലെ തന്നെ റിക്കവർ അബാൻഡൻ കാർഡ്സിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അതൊക്കെ നമുക്കൊന്ന് ഇ-കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ക്രിയേറ്റ് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേനുള്ള നമുക്കെന്താ റിപ്പീറ്റ് കസ്റ്റമേഴ്സിന് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. കസ്റ്റമേഴ്സിൻ്റെ ബർത്ത്ഡേ, ഫൈൻഡ് ന്യൂ കോൺടാക്ട്സ് വിത്ത് ഫേസ്ബുക്ക് ലീഡ്സ് ആഡ്സ്. അതായത് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് പുതിയൊരു ലീഡ് വന്നിട്ടുണ്ട്, അതിൻ്റെ അകത്തൊരു മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് കോൺടാക്ട് ജോയിൻ ആൻ ഇവൻറ്റ് ഇൻ സാപ്പിയർ. അതായത് സാപ്പിയർ എന്ന് പറയുന്ന ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ആ ഒരു ഫേസ്ബുക്കിനെയും മെയിൽചിമ്പിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അത് സാപ്പിയർ എന്ന് പറയുന്നത് ഒരു ഇൻറ്റഗ്രേഷൻ ടൂളാണ്. ആ ടൂൾ യൂസ് കൊണ്ടായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. സോ അത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇവിടെ നമുക്ക് നോക്കി കഴിയുമ്പോഴത്തേന് കോൺടാക്ട്സ് ജോയിൻസ് ആൻ ഇവൻറ്റ് ഇൻ സാപ്പിയർ ത്രൂ ആണ് നമ്മളൊരു ഈ ഒരു കോൺടാക്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. അവരിലേക്ക് നമ്മൾ സെൻഡ് മെയിൽ കൊടുക്കുന്നു. 3 ദിവസം ഡിലേ ചെയ്തിട്ട് അടുത്ത മെയിൽ പോകുന്നു. നെക്സ്റ്റ് 3 ഡേ ഡിലേ ചെയ്തതിന് ശേഷം അടുത്ത ഇത് പോകുന്നു. അതിനുശേഷം നമുക്ക് ഇമെയിൽ ഇൻട്രാക്ഷൻ അനുസരിച്ച് നമുക്കിവിടെ ടാഗുകൾ സെറ്റപ്പ് ചെയ്യാം. അതായത് ഇതിന് ശേഷം ഇവൻറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നവരും അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യെസ് എന്ന് പറയുന്നവർക്ക് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നോ എന്ന് പറയുന്നവർക്ക് നമുക്ക് ടാഗുകൾ സെറ്റപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും കസ്റ്റമറിനെ അവിടെ നിന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാനും പറ്റും. സോ ഇത് കുറച്ച് ഓട്ടോമേഷനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. അതായത് ഒന്നുകൂടെ കൺവേർഷൻ നമുക്ക് വരുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. സോ ഇവിടെ നമുക്കിനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ലാൻഡിംഗ് പേജും നമുക്ക് ഇവിടുന്ന് ബിൽഡ് ചെയ്യാൻ സാധിക്കും.